നമസ്കാരം. ചീരാലിൽ വീണ്ടും പുലി. പ്രധാന വാർത്തകൾ. നെന്മേനിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. തൊഴുത്തിൽ കെട്ടിയ ആടിനെ പുലി കൊന്നു. ദിവസങ്ങൾക്ക് മുൻപും പുലി പശുക്കിടാവിനെ കൊന്നു. തുടർച്ചയായ പുലി ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റ്. കോൺഗ്രസിലെ വി ഉണ്ണികൃഷ്ണനെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് കോൺഗ്രസ് മുൻ ധാരണാപ്രകാരം. പ്രദേശവാസികളുടെ പ്രതിഷേധം വകവയ്ക്കാതെ കൽപ്പറ്റ ബൈപ്പാസിൽ മദ്യശാല ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങി. ബൈപ്പാസിലെ ജനവാസ മേഖലയിലേക്ക് മാറ്റിയത് കൽപ്പറ്റ ടൗണിൽ പ്രവർത്തിച്ചിരുന്ന മദ്യശാല. ജനജീവിതത്തിന് പ്രയാസകരമായാൽ ശക്തമായ സമരം പുനരാരംഭിക്കുമെന്ന് നാട്ടുകാർ. മീനങ്ങാടിക്ക് സമീപം ട്രാക്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. പരിക്കേറ്റ ഡ്രൈവർ ആശുപത്രിയിൽ. അപകടം. കൃഷിക്കായി നിലമൊരുക്കുന്നതിനിടെ ട്രാക്ടറിനടിയിൽപ്പെട്ട ഡ്രൈവറെ പുറത്തെടുത്തത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ. വിശദമായ വാർത്തകളിലേക്ക്. നെന്മേനിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. തൊഴുത്തിൽ കെട്ടിയ ആടിനെ പുലി കൊന്നു. നമ്പ്യാർകുന്ന് കിളിയാമ്പാറ ജോയിയുടെ ഗർഭിണിയായ ആടിനെയാണ് കഴിഞ്ഞ രാത്രിയിൽ പുലി ആക്രമിച്ചു കൊന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച വെള്ളച്ചാലിലും പുലി പശുക്കിടാവിനെ കൊന്നിരുന്നു. കഴിഞ്ഞ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ജോയിയുടെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ കെട്ടിയിരുന്ന ഗർഭിണിയായ ആടിനെയാണ് പുലി കടിച്ചു കൊന്നത്. തൊഴുത്തിൽ നിന്നും കരച്ചിൽ കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ പുലി ആടിനെ ഉപേക്ഷിച്ച് ഓടിമറിഞ്ഞു. ആടിന്റെ കഴുത്തിനാണ് കടിയേറ്റത്. ഇപ്പോൾ നമ്പ്യാർകുന്ന് ആശ്രമത്തിന്റെ പരിസരത്ത് ഒരു ആടിനെ 2 മാസം ഗർഭിണിയായ ഒരു ആടിനെ പുലി ഇന്നലെ രാത്രി 10 മണിക്കാണ് പിടിക്കുന്നത്. ആ സമയം മുതൽ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അവർക്ക് വരാൻ വണ്ടിയില്ലാന്നും പല തടസ്സങ്ങളും പറഞ്ഞാണ് അവർ ഈ സമയം വരെ, ഈ 9:30 മണിയായിട്ടും ഇത്രയും സമയമായിട്ടും ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ആരും എത്തിയിട്ടില്ല. പോലീസുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തരമൊരു കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനങ്ങൾ മൊത്തം വലിയ ഒരു പ്രശ്നവുമായിട്ട് ഞങ്ങൾ രംഗത്തേക്ക് ഇറങ്ങാനാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നമ്പ്യാർകുന്നിന് സമീപം വെള്ളച്ചാലിൽ പശുക്കിടാവിനെയും പുലി കടിച്ചു കൊന്നിരുന്നു. ചീരാലിലും പരിസരങ്ങളിലുമായി അടുത്തിടെ നിരവധി ആളുകൾ പുലിയെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. ആടിനെ പുലി കൊന്ന വിവരം വനപാലകരെ അറിയിച്ചിട്ടും എത്താൻ വൈകിയതിൽ നാട്ടുകാരിൽ പ്രതിഷേധവും ശക്തമാണ്. നിരന്തരമായി പുലി ആക്രമണം പ്രദേശത്തുണ്ടാവുന്നത് നാട്ടുകാരെ ഭയപ്പാടിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുലിയെ കൂടുവെച്ച് പിടികൂടി നാട്ടുകാരുടെ ആശങ്ക അകറ്റണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. മലനാട് ന്യൂസ്, ബത്തേരി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റ്. കോൺഗ്രസിലെ വി ഉണ്ണികൃഷ്ണനെയാണ് പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. കോൺഗ്രസിനുള്ളിൽ തന്നെ നടന്ന ധാരണ പ്രകാരമാണ് മുൻ പ്രസിഡന്റ് VN ശശീന്ദ്രൻ രാജിവെക്കുകയും ഈ ഒഴിവിലേക്ക് പുതിയ പ്രസിഡന്റായി ഉണ്ണികൃഷ്ണനെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഏറെ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമൊടുവിൽ മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നു. ധാരണ പ്രകാരം 2.5 വർഷം മുസ്ലിം ലീഗിനും ബാക്കിയുള്ള 2.5 വർഷം കോൺഗ്രസിനുമായിരുന്നു. എന്നാൽ VN ശശീന്ദ്രൻ രാജിവെക്കാൻ വൈകിയത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. രാജിവെക്കാൻ വൈകിയതിനെ തുടർന്ന് ശശീന്ദ്രനെ കോൺഗ്രസിൽ നിന്നുൾപ്പെടെ പുറത്താക്കിയിരുന്നു. ഇതിനുശേഷമാണ് പ്രസിഡന്റ് സ്ഥാനം VN ശശീന്ദ്രൻ രാജിവെച്ചത്. ഇതേ തുടർന്നാണ് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് മൂപ്പനാട് പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റ് നിലവിൽ വന്നിരിക്കുന്നത്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട R ഉണ്ണികൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും. എതിർ സ്ഥാനാർത്ഥി LDFിലെ V കേശവനെ 4-നെതിരെ 11 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസ് അംഗമായ R ഉണ്ണികൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. 16-അംഗ ഭരണസമിതിയിൽ 11 അംഗങ്ങളാണ് UDFിനുള്ളത്. മലനാട് ന്യൂസ്, മേപ്പാടി. പ്രദേശവാസികളുടെ പ്രതിഷേധം വകവയ്ക്കാതെ കൽപ്പറ്റ ബൈപ്പാസിൽ മദ്യശാല ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങി. കൽപ്പറ്റ ടൗണിൽ പ്രവർത്തിച്ചിരുന്ന മദ്യശാലയാണ് ബൈപ്പാസിൽ ജനവാസ മേഖലയിലേക്ക് മാറ്റിയത്. ജനജീവിതത്തിന് പ്രയാസകരമായാൽ ശക്തമായ സമരം പുനരാരംഭിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. മദ്യശാല ജനവാസ മേഖലയിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രദേശവാസികൾ നടത്തിയ പ്രതിഷേധം ഫലം കണ്ടില്ല.
രണ്ടാഴ്ചയോളമായി കെട്ടിടത്തിനു മുൻപിൽ പന്തൽ കെട്ടി സമരം നടത്തിയെങ്കിലും മദ്യശാലയുടെ പ്രവർത്തനം അതേ കെട്ടിടത്തിൽ തന്നെ ആരംഭിച്ചു. കൽപ്പറ്റ മൈലാടിപ്പാറയ്ക്ക് സമീപം ബൈപ്പാസിനോട് ചേർന്ന് തിരുഹൃദയ നഗറിലാണ് മദ്യശാല പ്രവർത്തനം തുടങ്ങിയത്. നേരത്തെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം കോടതി നടപടിയെ തുടർന്ന് ഒഴിയേണ്ടി വന്നതോടെയാണ് ബീവറേജസ് കോർപ്പറേഷൻ പുതിയ കെട്ടിടം കണ്ടെത്തിയത്. നിരവധി വീടുകളുള്ള പ്രദേശത്താണ് മദ്യശാല പ്രവർത്തനം തുടങ്ങിയത്. നാട്ടുകാർ കെട്ടിയ സമരപ്പന്തൽ വരെ മദ്യശാലയുമായി ബന്ധപ്പെട്ട കച്ചവടക്കാർ കൈയടക്കി. ജില്ലാ കളക്ടർക്ക് വരെ പരാതി നൽകിയിട്ടും ജനങ്ങളുടെ പ്രതിഷേധം മറികടന്ന് മദ്യശാല പ്രവർത്തനം ആരംഭിച്ചത് ദൗർഭാഗ്യകരമെന്ന് നാട്ടുകാർ പറയുന്നു. ഏതെങ്കിലും തരത്തിൽ ജനജീവിതത്തിന് പ്രയാസമുണ്ടായാൽ ശക്തമായ സമരം പുനരാരംഭിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ട്രാക്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. മീനങ്ങാടി ചക്കമ്പാടിയിലാണ് അപകടമുണ്ടായത്. കൃഷിക്കായി നിലം ഒരുക്കുന്നതിനിടെ ട്രാക്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. വാഹനം മറിഞ്ഞതോടെ ഡ്രൈവർ കരണി സ്വദേശി വിഷ്ണു വാഹനത്തിനടിയിൽപ്പെടുകയായിരുന്നു. നാട്ടുകാരും മീനങ്ങാടി പോലീസും ഏറെ നേരം ട്രാക്ടർ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല. തുടർന്ന് JCB എത്തിച്ച് ട്രാക്ടർ ഉയർത്തിയാണ് ഡ്രൈവറെ പുറത്തെടുത്ത് രക്ഷിച്ചത്. വിഷ്ണു മീനങ്ങാടി ആരോഗ്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുൽത്താൻ ബത്തേരി പള്ളിക്കണ്ടിയിൽ വീടിന് ഇടിമിന്നലേറ്റു. പള്ളിക്കണ്ടി മാവാടി നെല്ലുള്ളി അസീസിന്റെ വീടിന്റെ മേൽക്കൂരയിലാണ് ഇടിമിന്നലേറ്റത്. മിന്നലിന്റെ ആഘാതത്തിൽ മുറിയുടെ മേൽക്കൂരയുടെ സിമന്റ് പാളികൾ അടർന്നു വീണു. ബത്തേരി നഗരസഭയിലെ 25-ാം ഡിവിഷൻ പള്ളിക്കണ്ടി മാവാടിയിലാണ് വീടിന് ഇടിമിന്നലേറ്റത്. അസീസിന്റെ വീടിന് മുൻപിൽ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് പൈപ്പുകളിലാണ് ഇടിമിന്നലേറ്റത്. മിന്നലിന്റെ ആഘാതത്തിൽ ടാങ്കിന്റെ സ്റ്റാൻഡുകൾ നീങ്ങുകയും കോൺക്രീറ്റ് പാളികൾ പൊട്ടിപ്പൊളിയുകയുമായിരുന്നു. ടാങ്ക് സ്ഥാപിച്ചതിന് തൊട്ടു താഴെയുള്ള മുറിയുടെ മേൽക്കൂരയുടെ മുകളിലെ കോൺക്രീറ്റ് പാളികളും അടർന്നു വീണു. ഞാനും മോനും റൂമിലിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ശബ്ദത്തോടെ ഒരു പുകയും വെളിച്ചവും വല്ലാത്തൊരു സ്മെല്ലുമായി വന്നത്. ഞങ്ങളെ മേത്തൊക്കെ കല്ല് തെറിക്കുണ്ടായി. അപ്പം ഞങ്ങൾ പേടിച്ച് പുറത്തേക്ക് ഓടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് വെള്ളം ഒഴുകുന്നതാണ്. മിന്നലിൽ കോൺക്രീറ്റ് പാളികൾ പൊട്ടിവീണ സമയത്ത് അസീസിന്റെ ഭാര്യ ഹസീനയും മക്കളും മുറിയിലുണ്ടായിരുന്നു. ശബ്ദവും വെളിച്ചവും മുറിയിൽ നിറഞ്ഞതോടെ ഇവർ പുറത്തേക്കോടി. പിന്നീട് വന്നു നോക്കിയപ്പോഴാണ് കോൺക്രീറ്റ് പാളികൾ അടർന്ന് മുറിയിൽ കിടക്കുന്നതും മേൽക്കൂരയിൽ ദ്വാരം വീണതും കണ്ടത്. മലനാട് ന്യൂസ്, ബത്തേരി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ചൂരൽമലയിൽ മണിക്കൂറുകൾക്കുള്ളിൽ സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലത്തിന്റെ ചെറുമാതൃകയും എൻ്റെ കേരളം പ്രദർശനമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയതോടെ ഒറ്റനോട്ടത്തിൽ ചൂരൽമലയാണ് എന്ന് ഏതൊരാൾക്കും പെട്ടെന്ന് ഓർമ്മ വരും. റിപ്പോർട്ടിലേക്ക്. 2024 ജൂലൈ 30 മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നാടാകെ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് രക്ഷകരായി സൈന്യത്തിന്റെ വരവ്. മുണ്ടക്കൈയിൽ ഒറ്റപ്പെട്ടു പോയവരെ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനായിരുന്നു സൈന്യം ആദ്യം സൈന്യത്തിന്റെ ശ്രമം. അതിനായി ആദ്യം ഒരു താൽക്കാലിക പാലമുണ്ടാക്കി. പിന്നീട് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചു. 36 മണിക്കൂർ കൊണ്ട് പാലം യാഥാർത്ഥ്യമായി. അങ്ങനെ സൈന്യം നാടിന്റെയാകെ കയ്യടി ഏറ്റുവാങ്ങി. ഇപ്പോഴും പ്രവേശനാനുമതിയില്ലാത്തതിനാൽ സാധാരണക്കാർക്ക് ബെയ്ലി പാലം കടന്നു പോവുക അത്ര എളുപ്പമല്ല. എന്നാൽ കൽപ്പറ്റ SKMJ സ്കൂളിലെ എൻ്റെ കേരളം പ്രദർശനമേള കാണാനെത്തുന്നവർക്ക് ബെയ്ലി പാലത്തെ അടുത്തറിയാനാകും. യഥാർത്ഥ ബെയ്ലി പാലത്തിന്റെ മാതൃകയിലാണ് സൈനികർക്കുള്ള സമർപ്പണം എന്ന നിലയിൽ പ്രദർശന നഗരിയിൽ പാലത്തിന്റെ മാതൃക ഒരുക്കിയിട്ടുള്ളത്. അതിന് ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. വളരെ ജനങ്ങൾക്ക് വളരെ അനുഭവം ഉള്ള ഒരു പാലമാണ്. നമ്മുടെ അഭിമാനമായിട്ടുള്ള ഒരു പാലം തന്നെയാണ് ഈ ബെയ്ലി പാലം. പാലത്തിന് മുൻപിൽ സെൽഫി പോയിന്റും ക്രമീകരിച്ചിട്ടുണ്ട്. എൻ്റെ കേരളം പ്രദർശനമേള കാണാനെത്തുന്ന ഓരോരുത്തർക്കും ബെയ്ലി പാലത്തിന് മുൻപിൽ നിന്നും സെൽഫി എടുക്കാനാകും. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വ്യത്യസ്തമായ ഗെയിമുകളിലൂടെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുകയാണ് എക്സൈസ് വകുപ്പ്. മയക്കുമരുന്നല്ല, ജീവിതം തന്നെയാണ് ലഹരി എന്ന പ്രമേയവുമായാണ് എൻ്റെ കേരളം പവലിയിൽ ബോധവൽക്കരണം നൽകുന്നത്. സ്റ്റാളിലെത്തുന്ന യുവജനങ്ങൾക്കും വേറിട്ട അനുഭവമാണ് ഇത്. ലഹരി മരുന്ന് വേണ്ടെന്ന് വെറുതെ പറഞ്ഞു പോവുകയല്ല എക്സൈസ് വകുപ്പ്. വ്യത്യസ്തമായ കളികളിലൂടെ ജീവിതത്തിന്റെ രസം യുവജനങ്ങളിൽ എത്തിക്കുകയാണ്. എൻ്റെ കേരളം പവലിയനിൽ വിമുക്തി പദ്ധതിയുടെ ബാനറിലാണ് എക്സൈസ് വകുപ്പ് ബോധവൽക്കരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത്.
ഡാറ്റ് ബോർഡ്, ത്രോ ബോൾ, പസിൽ എന്നീ ഗെയിമുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ത്രോ ബോളിൽ മിന്നുന്ന പ്രകടനം നടത്തുന്നവർക്ക് സമ്മാനവുമുണ്ട്. ജനങ്ങളോട് കൂടിയിട്ട് നമുക്കറിയാം വ്യത്യസ്ത ആക്ടിവിറ്റികൾ നൽകി കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് അത് എത്തിക്കൊള്ളുന്നില്ല. പക്ഷേ ഗെയിമുകളിലൂടെ നൽകുന്ന സമയത്ത് അത് കുട്ടികൾ വേഗം അത് ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നമുക്ക് നേരെ മുമ്പിൽ നോക്കുകയാണെങ്കിൽ അവിടെ ലഹരിക്കെതിരെ കയ്യൊപ്പ്, പിന്നെ കൂടാതെ അവിടെ സെൽഫി കോർണർ, അവിടേക്ക് വന്ന് ഇവിടെ നമ്മൾ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വയനാട് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അത് സ്റ്റാറ്റസ് നോക്കി. സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, പത്രത്തിലുള്ള സാഹചര്യങ്ങളിൽ നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രായഭേദമന്യേ ആരെയും ആകർഷിക്കുന്ന സ്റ്റാളിൽ നോ ടു ഡ്രഗ്സ്, സിഗ്നേച്ചർ ക്യാമ്പയിൻ, സെൽഫി കോർണർ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ മയക്കുമരുന്ന് കേസുകളിൽ നടപ്പിലാക്കിയ ഉയർന്ന ശിക്ഷകളുടെ പത്രക്കുറിപ്പുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയ്ക്ക് പുറമെ മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ സമൂഹത്തിന് സംഭവിക്കുന്ന വിപത്ത് കൂടി വ്യക്തമാക്കുന്നതാണ് ബോധവൽക്കരണ പരിപാടി. ജീവിതമെന്നത് ഉന്നം തെറ്റാതെ നിശ്ചിത സമയങ്ങൾക്കുള്ളിൽ തീർക്കേണ്ട ലക്ഷ്യമാണെന്ന സന്ദേശമാണ് ഡാറ്റ് ബോർഡ് ഗെയിമിലൂടെ പ്രചരിപ്പിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയെന്ന പ്രചോദനമാണ് ഐ ലവ് മൈ ലൈഫ് ഏരിയയിലും സ്റ്റാളിലും ഒരുക്കിയിട്ടുള്ളത്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കൗമാരക്കാർക്ക് ഇത് കുട്ടിക്കളിയല്ല, സാലഡ് നിർമ്മാണം. മത്സരമാണെങ്കിലും ഏറെ ആസ്വദിച്ചാണ് കുട്ടികൾ രുചികരവും നയനാനന്ദകരവുമായ സാലഡുകൾ തയ്യാറാക്കിയത്. മീനങ്ങാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ കൗമാരക്കാർക്ക് വേണ്ടിയുള്ള പോഷൻ പക്വാഡ് സ്ക്വാഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. സമീകൃത രീതിയിൽ പോഷക സമൃദ്ധമായ സാലഡുകൾ തയ്യാറാക്കുകയാണ് മീനങ്ങാടിയിലെ കൗമാരക്കാർ. പോഷൻ അഭിയാന്റെ ഭാഗമായി പക്വാഡ സാലഡ് ഫെസ്റ്റിൽ ആവേശമായാണ് കുട്ടികൾ പങ്കെടുക്കുന്നത്. പ്രാദേശികമായി ലഭ്യമാക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിച്ച് ആരോഗ്യദായകമായ പുതിയൊരു ഭക്ഷ്യ സംസ്കാരം തന്നെ രൂപീകരിച്ചെടുക്കുകയാണ് ലക്ഷ്യം. കുട്ടികളുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന് മാറ്റം വരുത്തുകയും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. കുട്ടികൾ ലൈവായി തയ്യാറാക്കിയ സാലഡുകളും ഫ്രൂട്ട് സലാഡുമെല്ലാം ഒന്നിനൊന്ന് മെച്ചം. പോഷൻ അഭിയാന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പോഷൻ പക്വാഡ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതാണ്. വൾണറബിൾ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ന്യൂട്രീഷൻ എൻഹാൻസ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. കൗമാരക്കാരെയും പ്രഗ്നന്റ് ലേഡീസിനെയും അതുപോലെ ലാക്ടേറ്റിംഗ് വുമണിനെയൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വിറ്റമിൻസ്, മിനറൽസ് തുടങ്ങിയവയെല്ലാം ഉറപ്പാക്കി ഏറ്റവും ആകർഷകമായി തയ്യാറാക്കിയ സാലഡുകൾക്ക് സമ്മാനവും ഉറപ്പാക്കിയാണ് ICDSന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. മലനാട് ന്യൂസ്, മീനങ്ങാടി. ബിസിനസ് മലനാട്. ട്രാവൽ, ട്രോളി, സ്കൂൾ, കോളേജ് ബാഗുകളുടെ അതിവിപുലമായ ശേഖരവുമായി സംസ്ഥാനത്തെ ആദ്യ അപ്പർ കേസ് ഇന്റർനാഷണൽ ബാഗ്സ് ഷോറൂം സുൽത്താൻ ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മിന്റ് മാളിൽ ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പുളിയമാക്കൽ ഗ്രൂപ്പ് ചെയർമാൻ PM സെബാസ്റ്റ്യനും ഭാര്യ മേരി സെബാസ്റ്റ്യനും ചേർന്ന് നിർവഹിച്ചു. അപ്പർ കേസ് ബാഗുകൾക്ക് ഇന്റർനാഷണൽ വാറണ്ടിയാണ് കമ്പനി നൽകുന്നത്. ദീർഘഹ്രസ്വ യാത്രകൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നതും ഏവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ബാഗുകളുടെ അതിവിപുലമായ ശേഖരവുമായാണ് അപ്പർ കേസ് ബാഗ് ഷോറൂം സുൽത്താൻ ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചുങ്കം മിൻമാളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഷോറൂം തുറന്നിരിക്കുന്നത്. വ്യത്യസ്ത നിറങ്ങളിലും ആകൃതികളിലും ഭംഗിയിലുമുള്ള നൂറുകണക്കിന് ബാഗുകളുടെ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പർ കേസ് കമ്പനിയുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഷോറൂം കൂടിയാണ് സുൽത്താൻ ബത്തേരി മിൻമാളിൽ ആരംഭിച്ചിരിക്കുന്നത്. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് 500 മുതൽ 750 ദിവസം വരെയും ട്രാവൽ ട്രോളി ബാഗുകൾക്ക് 1500 മുതൽ 2000 ദിവസം വരെയുമാണ് വാറണ്ടി നൽകുന്നത്. ഈ ബാഗുകൾക്ക് യാത്രയിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ലോകത്തെ ഏത് അപ്പർ കേസ് ഷോറൂമിൽ നിന്നും മാറ്റിയെടുക്കാമെന്ന് മിൻമാൾ മാനേജിംഗ് ഡയറക്ടർ മാത്യു സെബാസ്റ്റ്യൻ പറഞ്ഞു. ട്രാവൽ ബാക്ക് പാക്സ്, ട്രോളി ബാഗ്സ്, ഡഫൽ ബാഗ്സ് എല്ലാം വരുന്നുണ്ട്. സ്കൂൾ ബാക്ക് പാക്സ് നമുക്ക് 500 ദിവസം മുതൽ 700 ദിവസം വരെ
750 ദിവസം വരെ ഇന്റർനാഷണൽ വാറണ്ടിയാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും ഈ വാറണ്ടി ക്ലെയിം ചെയ്യാവുന്ന, ലോകത്ത് എവിടെ നിന്നാണെങ്കിലും ഈ വാറണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ്. റീപ്ലേസ്മെന്റ് ആണ്. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്, ഇതിനുള്ള മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമ്പനി റീപ്ലേസ് ചെയ്ത് തരും. അതുപോലെ തന്നെ ട്രാവൽ ബാഗ്സ്, ട്രോളി ബാഗ്സിനൊക്കെ 1500 ദിവസം മുതൽ 2000 ദിവസം വരെയാണ് കമ്പനി വാറണ്ടി നൽകുന്നത്. ഷോറൂമിന്റെ ഉദ്ഘാടനം പുളിയമാക്കൽ ഗ്രൂപ്പ്സ് ചെയർമാൻ PM സെബാസ്റ്റ്യനും ഭാര്യ മേരി സെബാസ്റ്റ്യനും ചേർന്ന് നിർവഹിച്ചു. ആദ്യ വിൽപ്പന MD മാത്യു സെബാസ്റ്റ്യൻ പുളിയമാക്കൽ ഗ്രൂപ്പ് ചെയർമാൻ PM സെബാസ്റ്റ്യന് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ സാമൂഹ്യ, സാംസ്കാരിക, വ്യാപാര വ്യവസായി പ്രതിനിധികൾ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വെഞ്ചരിപ്പ് കർമ്മവും നടന്നു. മലനാട് ന്യൂസ്, ബത്തേരി. ഇനി കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 432, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 265, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 700, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 690, നേന്ത്രക്കായ് കിലോയ്ക്ക് 46, ഇഞ്ചി ചാക്കിന് 1350, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 182, സ്വർണം പവന് 72,040, വെള്ളി ഗ്രാമിന് 110 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. നെന്മേനിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. തൊഴുത്തിൽ കെട്ടിയ ആടിനെ പുലി കൊന്നു. ദിവസങ്ങൾക്ക് മുൻപും പുലി പശുക്കിടാവിനെ കൊന്നു. തുടർച്ചയായ പുലി ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റ്. കോൺഗ്രസിലെ V ഉണ്ണികൃഷ്ണനെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് കോൺഗ്രസ് മുൻ ധാരണാപ്രകാരം. പ്രദേശവാസികളുടെ പ്രതിഷേധം വകവയ്ക്കാതെ കൽപ്പറ്റ ബൈപ്പാസിൽ മദ്യശാല ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങി. ബൈപ്പാസിലെ ജനവാസ മേഖലയിലേക്ക് മാറ്റിയത് കൽപ്പറ്റ ടൗണിൽ പ്രവർത്തിച്ചിരുന്ന മദ്യശാല. ജനജീവിതത്തിന് പ്രയാസകരമായാൽ ശക്തമായ സമരം പുനരാരംഭിക്കുമെന്ന് നാട്ടുകാർ. മീനങ്ങാടിക്ക് സമീപം ട്രാക്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. പരിക്കേറ്റ ഡ്രൈവർ ആശുപത്രിയിൽ. അപകടം കൃഷിക്കായി നിലമൊരുക്കുന്നതിനിടെ. ട്രാക്ടറിനടിയിൽപ്പെട്ട ഡ്രൈവറെ പുറത്തെടുത്തത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ റാണി വർഗീസ് ചേരും. നമസ്കാരം.